ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? സൗഹൃദങ്ങൾക്ക് ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. ഉറ്റ സുഹൃത്തിന് വേണ്ടി റിവെഞ്ച് ചെയ്യാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്ട്രോങ് ലേഡി ക്യാരക്ടറിന്റെ കഥ പറയുന്ന 2023 പുറത്തിറങ്ങിയ അടിപൊളി സൗത്ത് കൊറിയൻ ത്രില്ലറായ ബെല്ലറീന എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഷോപ്പിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു ഗ്യാങ്ങിനെയാണ്. അവരിൽ ചിലർ ആ ഷോപ്പിലെ സാധനങ്ങൾ അടിച്ചു മാറ്റുമ്പോൾ ഗ്യാങ് ലീഡർ അവിടെയുള്ള സ്റ്റാഫിനെ കത്തി കാണിച്ച് പേടിപ്പിക്കുന്നു. എന്നിട്ട് അവനെ അടിച്ച് അവിടെയുള്ള ക്യാഷ് എടുക്കുന്നു. ബാക്കി ക്യാഷ് എല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പേടിച്ചു പറയുന്നത് ആരുടെ കയ്യിലും ഇപ്പോൾ പണമില്ല, കാർഡാണുള്ളത് എന്നാണ്. സോ അവിടെ പണമൊന്നും ഇരിപ്പില്ല എന്ന് കേൾക്കുന്ന അയാൾ അത്ര മണ്ടനല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ഒരു സേഫ് തുറക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും സ്റ്റാഫ് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നു. അവളുടെ കയ്യിൽ ബട്ടർ മിൽക്കിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കയ്യാങ്കളി നടക്കുമ്പോഴും അവൾ ഒരു കൂസലുമില്ലാതെ വാങ്ങിയ സാധനം ബിൽ ചെയ്യുന്നു. ബാക്കി ക്യാഷ് കൊടുക്കാൻ സ്റ്റാഫിന്റെ കയ്യിൽ ഇല്ല എന്ന് കാണുമ്പോൾ അവൾ ബാലൻസ് ക്യാഷ് ആ ഗ്യാങ്ങിന്റെ ബാഗിൽ നിന്നും കൂളായി എടുക്കുന്നു. അത് കണ്ട് ഗ്യാങ് ലീഡർ അവളുടെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ അവൾ അവന്റെ കൈ പിടിച്ചൊടിച്ച് കാലുവാരി നിലത്തടിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾ കത്തി വീശുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലെടുത്ത് ഡിഫെൻഡ് ചെയ്ത് അവന്റെ മർമ്മസ്ഥാനത്ത് അടിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അവളുടെ നേർക്ക് വരുമ്പോൾ നിഷ്പ്രയാസം ഒരു പ്രൊഫഷണൽ ഫൈറ്ററിനെ പോലെ അവൾ അവരെയെല്ലാം അടിച്ച് നിലം പരിശാക്കുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് ആ സ്റ്റാഫ്. ഇപ്പോൾ നടന്ന ഫൈറ്റിൽ ആ ഷോപ്പിനുണ്ടായ നഷ്ടത്തിനുള്ള കാശ് കൂടെ കൊടുത്താണ് അവൾ അവിടെ നിന്നിറങ്ങുന്നത്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക ഒക്ജു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ബാലറ്റ് ഡാൻസ് ആണ്. അതിൽ ഒരാൾ മാത്രം എന്തോ വിഷമവും വേദനയും കടിച്ചു പിടിച്ചാണ് ഡാൻസ് ചെയ്യുന്നത്. പെട്ടെന്ന് വേറൊരാളുടെ കൈതട്ടി അവൾ അവിടെ വീഴുന്നു. ഇവളുടെ പേരാണ് മിൻഹി. മിൻഹിയും ഒക്ജുവും നല്ല സുഹൃത്തുക്കളാണ്. ഒരു ദിവസം രാത്രി ഒക്ജുവിനെ തേടി മിൻഹിയുടെ ഒരു കോൾ വരുന്നു. ആക്ച്വലി രണ്ടുപേരും കുറച്ച് ദിവസങ്ങളായി നല്ല തിരക്കിലായിരുന്നത് കൊണ്ട് കോണ്ടാക്റ്റിലായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ച് നേരിൽ കാണാനായി മിൻഹി അവളെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഒക്ജു അങ്ങോട്ടേക്ക് പോകും മുമ്പ് ഷോപ്പിൽ കയറി ഡ്രിങ്ക്സ് എല്ലാം വാങ്ങുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി എത്ര വിളിച്ചിട്ടും മിൻഹി ഡോർ തുറക്കുന്നില്ല. പിന്നെ ഡോറിന്റെ പാസ്വേഡ് അറിയുന്നത് കൊണ്ട് അവൾ കാത്തു നിൽക്കാതെ അകത്തേക്ക് കടക്കുന്നു. അവിടെ അകത്ത് ഫുൾ ലൈറ്റ്സും ഡെക്കറേഷനും കൊണ്ട് നിറഞ്ഞിരുന്നു. വാളിൽ ഒക്ജുവിന്റെയും മിൻഹിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോസും ഉണ്ട്. ഒക്ജു മിൻഹിയുടെ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ മ്യൂസിക് ഓൺ ആയിരുന്നു. അവൾ അത് ഓഫ് ചെയ്ത ശേഷം റൂമിലെ ബെഡിലുണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നു. അതിൽ മനോഹരമായൊരു ഷൂവും എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യൂ പ്ലീസ്, നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് യൂസർ നെയിം എഴുതിയ ലെറ്ററും ഉണ്ടായിരുന്നു. അത് വായിച്ച് ടെൻഷൻ ആകുന്നവൾ മിൻഹിയെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ ബാത്റൂമിൽ റിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ ബാത്ത് ടബിൽ സൂയിസൈഡ് ചെയ്ത നിലയിൽ മിൻഹിയുടെ ബോഡിയും. അത് കണ്ട ഒക്ജു ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നു. അവൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് കേക്ക് വാങ്ങാനായി ഷോപ്പിലേക്ക് വരുന്ന ഒക്ജുവിനെയാണ്. അന്നവിടെ ക്ലോസിംഗ് ടൈം ആയെങ്കിലും അവിടുത്തെ സ്റ്റാഫ് ആയിരുന്ന മിൻഹി ഒക്ജുവിനെ നിരാശപ്പെടുത്താതെ കേക്ക് കൊടുക്കുന്നു. അധികമൊന്നും നോക്കാതെ പെട്ടെന്ന് കണ്ട ഒരു കേക്കാണ് അവൾ എടുക്കുന്നത്. ആക്ച്വലി അന്ന് ഒക്ജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ സ്വന്തം ബർത്ത്ഡേക്ക് വേണ്ടിയാണ് കേക്ക് വാങ്ങുന്നത് എന്നറിയുന്ന മിൻഹി വളരെയധികം എക്സൈറ്റഡ് ആവുന്നുണ്ട്. മിൻഹി ആണെങ്കിൽ ഒക്ജുവിനെ കണ്ടപ്പോൾ മുതൽ പരിചയമുള്ള പോലെയാണ് നിർത്താതെ സംസാരിക്കുന്നത്. ഒക്ജുവിന് അവളെ മനസ്സിലായില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അത് മനസ്സിലാക്കിയ ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. പണ്ടൊക്കെ ഒക്ജുവിന്റെ പിറന്നാളിന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്ജു എല്ലാവരിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കാരണം അവളുടെ ജോലി തന്നെയാണ്. നേരത്തെ നമ്മൾ അവളുടെ ഒരു കിടിലം ഫൈറ്റും കണ്ടതാണല്ലോ. അതായത് VIP സംരക്ഷണത്തിനായി ജോലി ചെയ്യുന്ന ബോഡി ഗാർഡാണ് ഒക്ജു. മിൻഹിയാണെങ്കിൽ ബാലറ്റ് ഡാൻസർ ആണ്, അതായത് ബെല്ലറീന. അതായിരുന്നു അവരുടെ പരിചയം പുതുക്കലിന്റെ ദിവസം. ഇപ്പോൾ അതാലോചിക്കുന്ന ഒക്ജു വീട്ടിലേക്ക് പോയി ആ ലെറ്ററിലുണ്ടായിരുന്ന ID സെർച്ച് ചെയ്യുന്നു. ഷെഫ് ചോയ് എന്നൊരു അക്കൗണ്ടാണ് അത്. ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യാൻ അതിൽ ഓരോ ദിവസവും വിൽക്കുന്ന റെസിപ്പീസ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കും. ഇപ്പോൾ അതിൽ സുഷിയാണ് ഉണ്ടായിരുന്നത്. ഒക്ജു ഷെഫ് ചോയോട് ഓൺലൈനായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ അവസാനം ചാറ്റിൽ നിന്ന് ലെഫ്റ്റായി. അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ മിൻഹിയുടെ മരണത്തിന്റെ ഉത്തരവാദിയെയും കാരണവും കണ്ടുപിടിക്കാൻ അവൾക്ക് സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒക്ജു വീണ്ടും അവരുടെ ഫോട്ടോസ് നോക്കി പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. മിൻഹിയെ കണ്ടുമുട്ടിയ ശേഷം ഒക്ജുവിന്റെ ലൈഫ് കുറെ മാറിയിരുന്നു. ഈ ഫോട്ടോസ് എല്ലാം മിൻഹി നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. ആദ്യം മസിൽ പിടിച്ച് നിൽക്കുന്ന ഒക്ജു പക്ഷേ പയ്യെ മിൻഹിയോടൊപ്പം ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി ലൈഫ് ആസ്വദിക്കാൻ പഠിച്ചു. മുൻപൊക്കെ ഈ ജോലിയിൽ വെടിയേറ്റ് മരിച്ചാലും സാരമില്ല എന്നായിരുന്നു ഒക്ജുവിന്റെ ചിന്ത. ഒരു സോംബിയെ പോലെയായിരുന്നവൾ, അല്ലെങ്കിൽ ഒരു വികാരവുമില്ലാത്തവൾ. പക്ഷേ മിൻഹിയെ കണ്ട ശേഷം ജീവിതം രസകരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞുവെന്നും അവൾ എങ്ങനെ മാറിയെന്നുമെല്ലാം അന്ന് മിൻഹിയോട് പറയുമ്പോൾ മരണത്തെക്കുറിച്ചൊന്നും പറയില്ല എന്ന് മിൻഹി അവളെ തിരുത്തുന്നുണ്ട്. ഇന്ന് അതേ മിൻഹി കൂടെയില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ മിൻഹിയുടെ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു. അത് അറ്റൻഡ് ചെയ്യുന്നത് ഒക്ജു ആയതുകൊണ്ട് അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. വിളിച്ചയാൾ വളരെ മോശമായി ഭീഷണിപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് നാളെ ജംസു ബ്രിഡ്ജിൽ വരണം
വരണമെന്നും ഷോപ്പ് 2 മണിക്ക് തുറക്കുമെന്നുമാണ്. അതൊക്കെ കേട്ട് അമർഷൻ തോന്നുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ഓക്ജു പിടിച്ചു നിൽക്കുന്നു. എന്നാൽ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് അതേ സമയത്ത് അവൾ അവിടെ വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് കുറെ ആളുകൾ വരികയും ഒരു ബോക്സിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഐറ്റംസ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഫുഡ് ബോക്സിനിടയിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വിൽക്കുന്നതാണ് അയാളുടെ ബിസിനസ്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്ന ഓക്ജു അയാൾ അവിടെ വെച്ച് കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അയാൾ കാറെടുത്ത് പോകുമ്പോൾ അവൾ ബൈക്കിൽ അവനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ അവന്റെ വീടിനടുത്ത് എത്തുമ്പോൾ അവൾ അവിടെയെല്ലാം നിരീക്ഷിച്ചു വയ്ക്കുന്നു. രാവിലെയാകുമ്പോൾ വില്ലൻ എഴുന്നേറ്റ് വർക്കൗട്ട് എല്ലാം ചെയ്ത ശേഷം കാറെടുത്ത് അവിടെ നിന്നും പോകുന്നു. ആ കാറിന്റെ സ്പീഡിൽ അവിടെയുള്ള ഷോപ്പിലെ അമ്മച്ചി ഉണക്കാനിട്ടിരുന്ന സാധനങ്ങളും പറന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നോക്കി അവിടെ ഇരുന്നിരുന്ന ഓക്ജു അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവൾ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ആ വീട് അൺലോക്ക് ചെയ്ത് കയറുന്നത്. ശേഷം അവിടെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഡിവൈസ് അവൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള മുറിയിലേക്ക് കയറുമ്പോൾ ശരിക്കും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. അവിടെയുള്ള ഒരു ഷെൽഫിൽ പല നിറത്തിലും രൂപത്തിലുമുള്ള വിലങ്ങുകളും മാസ്കുകളും കണ്ട് ഞെട്ടുന്ന ഓക്ജു ഡ്രോയർ വലിക്കുമ്പോൾ അതിൽ കുറെ പെൺകുട്ടികളുടെ പേരുകൾ എഴുതിയ പെൻഡ്രൈവുകളും കാണുന്നു. അതിലൊരു പേര് ബെല്ലറീന എന്നതാണ്. അതെടുത്ത് ഫോണിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്നത് അയാൾ മിൻഹിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന വിഷ്വൽസ് ആയിരുന്നു. അത് കണ്ട് ഇമോഷണലി ഡൗൺ ആയി പോവുകയാണ് ഓക്ജു. മിൻഹി അന്ന് അവസാനമായി ബാലറ്റ് ഡാൻസ് കളിക്കുമ്പോൾ മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു. ഡാൻസിനിടയിൽ ഓഡിയൻസിനെ നോക്കുമ്പോൾ അവൾക്ക് അവിടെ ആ വില്ലനെ മാത്രമാണ് കാണാൻ സാധിച്ചിരുന്നത്. ആ നിമിഷം അവളുടെ കാലിടറുകയും അവൾ സ്റ്റേജിൽ വീഴുകയും ചെയ്യുന്നു. അപ്പോഴും അയാളുടെ മുഖം അവളെ വേട്ടയാടുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വില്ലനാണെങ്കിൽ അവന്റെ ലംബോർഗിനി കാറൊക്കെ വാഷ് ചെയ്ത് മുറിയിൽ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അവന്റെ പേരാണ് ചോയ്. ഓക്ജു ആ വീട്ടിൽ നേരത്തെ തന്നെ വോയിസ് റെക്കോർഡിംഗ് ഡിവൈസ് എല്ലാം സെറ്റ് ചെയ്തിരുന്നല്ലോ. അത് വെച്ച് അവന്റെ ഷെഡ്യൂൾസ് എല്ലാം അറിയാൻ ശ്രമിക്കുകയാണ് അവളും. അപ്പോൾ ചോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അതിൽ അവൻ അടുത്ത ദിവസം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നെല്ലാം പറയുന്നു. അവന്റെ ഒരു രീതി അവനോട് നോ പറയുന്ന പേടിയുള്ള പെൺകുട്ടികളെയൊക്കെ ഫോഴ്സ് ചെയ്ത് ഫിസിക്കലി അബ്യൂസ് ചെയ്യുക എന്നതാണ്. അതൊക്കെ ആസ്വദിക്കുന്ന ഒരു സാഡിസ്റ്റ് ആണ് അവൻ. അത് മനസ്സിലാക്കുന്ന ഓക്ജു അടുത്ത ദിവസം അവളുടെ സാധാരണ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറ്റി പബ്ബിൽ പോകുന്ന ലുക്കിൽ അവൻ ചെല്ലുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവൾ അവിടെ ഇരുന്ന് ചോയിയെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബുദ്ധിപരമായി അവന്റെ ശ്രദ്ധയും അവളിലേക്ക് തിരിക്കുന്നു. അവൾ അവനെ കാണാൻ മുകളിലേക്ക് പോയി തിരയുമ്പോൾ ചോയി അവളുടെ അടുത്തേക്ക് വന്ന് മുൻപരിചയമുള്ള പോലെ സംസാരിക്കുന്നു. പക്ഷെ ഓക്ജു ഒരു പാവത്തെ പോലെ പേടിക്കുന്നതായി അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പോൾ ചോയ് ആളുമാറിപ്പോയതാണെന്ന രീതിയിൽ അടുത്ത നാടകം ഇറക്കുന്നു. എന്നിട്ട് അവൻ അവളെ ട്രാപ്പിലാക്കുന്ന പോലെ അവളെ കൊണ്ടൊരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും ആരുടെ ട്രാപ്പാണെന്ന് ചോയ് കണ്ടറിയാൻ പോകുന്നതേയുള്ളൂ. അവനങ്ങനെ അവളെയും കൂട്ടി കാറിൽ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അവന് വളരെ പരിചയമുള്ള എന്നാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു ഹോട്ടലായിരുന്നു അത്. അവിടുത്തെ സ്റ്റാഫ് വന്ന് അവരോട് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരാളുള്ള കാര്യവും ഓക്ജു നോട്ട് ചെയ്യുന്നുണ്ട്. ചോയ് അവളെ കൊണ്ടു ചെല്ലുന്നത് അവൻ സ്ഥിരമായി എടുക്കുന്ന മുറിയിലാണ്. എന്നാൽ പുറത്തുനിന്ന് കാണുന്നത് പോലെ ഇതൊരു ലോക്കൽ സെറ്റപ്പ് അല്ല എന്നും ഇതൊരു റോയൽ ചൈനീസ് പാലസ് പോലെയാണെന്നും പറഞ്ഞ് അവിടെ ജനലിലൂടെ നോക്കിയാൽ കിടിലൻ വ്യൂ ആയിരിക്കും എന്നവൻ കാണിക്കാൻ നോക്കുന്നു. പക്ഷെ ഓക്ജുവിന്റെ മുഖം വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ആയിരുന്നു. സോ അവൻ അവൾക്ക് ഡ്രിങ്ക്സിൽ മയക്കുമരുന്നെല്ലാം കലർത്തി കൊടുക്കുകയാണ്. ശേഷം മാസ്ക് എല്ലാം ധരിച്ച് മോശം ഉദ്ദേശത്തോടെ അവളെ സമീപിക്കുന്നു. അതെല്ലാം അവൻ വീഡിയോ ആയി റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ഓക്ജു ബോധമില്ലാത്ത പോലെ അഭിനയിക്കുകയായിരുന്നു. അവൻ അവളോട് കൂടുതൽ മോശമായി പെരുമാറുന്നതിന് മുൻപ് തന്നെ ഓക്ജു അവളുടെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് അവന്റെ നേർക്ക് വീശുന്നു. ചോയ് ഭയങ്കര ഷാർപ്പായത് കൊണ്ട് തന്നെ അവൻ ആ കത്തി കൈവച്ച് തടുക്കുന്നു. തുടർന്ന് ഓക്ജു അവനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ തള്ളി താഴെയിടുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് അവനെ കുത്താനായി ശ്രമിക്കുമ്പോൾ ചോയ് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലെടുത്ത് അവളുടെ തലക്കിട്ട് അടിക്കുകയാണ്. അപ്പോഴേക്കും അവൻ ആ മാസ്ക് എല്ലാം ഊരി എന്തിനും തയ്യാറായി വന്നു. പിന്നീട് നടന്നത് ഒരു കിടിലൻ ഫൈറ്റ് തന്നെയായിരുന്നു. രണ്ടുപേരും പരസ്പരം ആക്രമിക്കുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ ഓക്ജുവിന് ആദ്യം പരിക്കേൽക്കുന്നുണ്ട്. പക്ഷെ അവൾ പൂർവാധികം ശക്തിയെടുത്ത് അവനെ ഇടിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ കഴുത്തിൽ കുത്തിയിറക്കാൻ നോക്കുന്നു. എന്നാൽ ചോയ് അവളുടെ മുടിയിൽ പിടിച്ച് അവളെ മലർത്തി അടിക്കുമ്പോൾ ഓക്ജു അവിടെ വീണു പോകുന്നു. വീണ്ടും എഴുന്നേറ്റ് ചോയുടെ നേർക്ക് വരുന്ന ഓക്ജുവിനെ തടയാൻ അവൻ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിന്റെ സ്റ്റാൻഡ് എടുത്ത് അവളെ അടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവിടെയുള്ള ലൈറ്റ് എല്ലാം ഓഫായി ഇപ്പോൾ മൊത്തത്തിൽ ഇരുട്ടായി പോവുകയാണ്. എന്നിട്ടും അവസാനിച്ചില്ലട്ടോ. അവിടെയുള്ള ചെറിയ ചുവന്ന വെളിച്ചത്തിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ചോയുടെ കവിളിൽ കത്തി കുത്തിയിറക്കാൻ ഓക്ജുവിന് സാധിക്കുന്നുണ്ട്. ആ വേദനയിൽ അവൻ അലറുമ്പോൾ അവൾ അവന്റെ കവിൾ കത്തിവെച്ച് കീറിക്കളഞ്ഞു. ശേഷം ആ മുറിവിൽ പിടിച്ച് വേദനിപ്പിച്ച് കുത്താൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് തോക്കുമായി അവിടത്തെ സ്റ്റാഫ് എത്തിയിരുന്നു. അയാൾ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി കട്ടിലിന് പിറകിലേക്ക് ഒളിക്കുന്നു. അയാൾ നിർത്താതെ വെടിവെച്ചു. പക്ഷേ അതിലെ ബുള്ളറ്റ് തീർന്നപ്പോൾ അവൾ അവനെ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി. രക്ഷപ്പെടാൻ വേണ്ടി മുറിയടച്ച് പുറത്തുണ്ടായിരുന്ന ഷെൽഫ് വെച്ച് ബ്ലോക്ക് ചെയ്തു. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോഴാണ് സ്റ്റാഫിന്റെ മുറിയിലുണ്ടായിരുന്നവൻ അവൻ ആ വുഡ് കട്ടറുമായി വരാന്തയിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവളുടെ നേർക്ക് ആ മെഷീൻ ഓൺ ചെയ്ത് അവൻ ഓടി വരികയാണ്. ആ നിമിഷം അടുത്തുണ്ടായിരുന്ന ഡോർ ഒരു പെൺകുട്ടി തുറക്കുമ്പോൾ ആ ഫോഴ്സിൽ മെഷീൻ കൊണ്ട് അവന്റെ കാൽ തന്നെ അറ്റുപോവുകയാണ്. വീണ്ടും ഒരു വെടിശബ്ദം കേൾക്കുമ്പോൾ ഓക്ജുവിനെയും കൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടുന്നു. എന്നിട്ട്
അവർ ചോയുടെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം പരിക്കേറ്റ ചോയുടെ കവിളെല്ലാം ഡോക്ടർ സ്റ്റിച്ചിടുന്നു. അവനിവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ ഒരു വലിയ ഗ്യാങ് ആണ്. ഇയാളാണ് ഗ്യാങ് ലീഡർ. ഇയാളുടെ അണ്ടറിലാട്ടോ ചോയും വർക്ക് ചെയ്യുന്നത്. ചോയ് ഇത്രയും നാൾ ബോസിനെ വെട്ടിച്ച് ബിസിനസ് നടത്തിയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം അറിഞ്ഞിട്ടാണ് ബോസ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചോയ് പറയുന്ന മറുപടി കേട്ട് തൃപ്തി വരാത്ത ബോസ് അവന്റെ മുറിവിൽ അമർത്തിപ്പിടിച്ച് വേദനിപ്പിക്കുകയും 3 ദിവസത്തിനുള്ളിൽ ആ പെണ്ണിനെ കിട്ടണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ സമയം ഒഗ്ജുവും മറ്റേ പെൺകുട്ടിയും രക്ഷപ്പെട്ട് ഒരു കഫറ്റേറിയയിൽ ഇരിക്കുകയാണ്. അവിടെ വെച്ച് ആ കുട്ടി അവളുടെ കഥ പറയുകയാണ്. ആ ഹോട്ടലിൽ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടത്രേ. അവരെയെല്ലാം അടിമകൾ എന്നാണ് അവന്മാർ വിളിക്കുന്നത്. അവരെയെല്ലാം ഫിസിക്കലി അബ്യൂസ് ചെയ്ത് അത് വീഡിയോസ് ആക്കി ഭീഷണിപ്പെടുത്തി അടിമകളാക്കും. ഇതൊന്നും മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടികളും അവരെ അനുസരിക്കും. ഇതെല്ലാം കേൾക്കുന്ന ഒഗ്ജുവിന് ഇപ്പോൾ മിൻഹിയുടെ അന്നത്തെ സിറ്റുവേഷൻ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ പെൺകുച്ചിന്റെ ഇപ്പോഴത്തെ ആശ്വാസം ഇനി അവരെല്ലാം ഒഗ്ജു രക്ഷിക്കുമെന്നും ഒഗ്ജുവിന്റെ സഹായത്തോടെ അവളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്നുമാണ്. ഒരു 100 തവണയെങ്കിലും അവന്മാരെ അവൾ മനസ്സിൽ കൊന്നിട്ടുണ്ട്. ഇനി ശരിക്കും അവന്മാരെല്ലാം ചാവാൻ പോവുകയാണ് എന്നവൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോഴേക്കും ചോയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അവൻ നേരെ ചെല്ലുന്നത് ഒരു ഫാർമസിയിലേക്കാണ്. പക്ഷെ അതിന്റെ അകത്ത് നടക്കുന്നത് മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ തന്നെയാണ്. അവിടെയുള്ളയാൾ ചോയുടെ ഒരു സുഹൃത്താണ്. അവന്റെ പേരാണ് മിങ്ഷുക്. ചോയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്കും അവനോട് സഹതാപം തോന്നുന്നുണ്ട്. പക്ഷെ അവന്റെ ദേഷ്യമടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഷിക്കിനോട് ചോയ് പറയുന്നത് ആ പെണ്ണെടുത്തത് അവന്റെ സുന്ദരമായ മുഖവും ലംബോർഗിനി കാറുമാണ് എന്നായിരുന്നു. അങ്ങനെ അവൻ ഷിക്കിനോട് ഒരു ഡീൽ വെക്കുന്നു. അവളെ കൊല്ലാൻ കൂടെ നിൽക്കുകയാണെങ്കിൽ 100 മില്യൺ വോൺ തരാമെന്ന് പറയുകയാണ്. അത്രയും നേരം അവൻ ഒരു ഫാർമസിസ്റ്റ് ആണ്, അല്ലാതെ വാടക ഗുണ്ട ഒന്നുമല്ല എന്ന് പറഞ്ഞിരുന്ന ഷിക്കാണെങ്കിൽ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ അവളെ തീർക്കാമെന്ന് സമ്മതിക്കുകയാണ്. പിന്നെ ആ കൊലപാതകം ഷൂട്ട് ചെയ്യണോ എന്നും ഷിക്ക് ചോയോട് ചോദിക്കുന്നു. വിദേശത്തൊക്കെ അതിന് നല്ല മാർക്കറ്റാണ് പോലും. പക്ഷെ ഇതൊന്നും തമാശയല്ല എന്ന് ചോയ് വളരെ സീരിയസ് ആയി പറയുകയാണ്. ഇതേ സമയം ഒഗ്ജു ആണെങ്കിൽ അവളുടെ ജോലിക്കായി ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്താണ് ഉള്ളത്. അവരെ പരിശീലിപ്പിക്കുന്ന ഈ ലേഡിയുടെ പേരാണ് മുൻയോങ്. യോങ് ഒഗ്ജുവിനോട് തിരികെ ജോലിക്ക് കയറാനൊക്കെ പറയുന്നുണ്ട്. കാരണം അവൾക്ക് പകരം മറ്റൊരാളെ അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ അവൾ യോങ്ങിനോട് മിൻഹിയെക്കുറിച്ചും അവളുടെ മരണത്തിന് പകരമായുള്ള പ്രതികാരത്തെക്കുറിച്ചും പറയുന്നു. അത് നിയമപരമായി നേരിടാമെന്ന് പറഞ്ഞ് ഒഗ്ജുവിന്റെ മനസ്സ് മാറ്റാൻ യോങ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മിൻഹിക്ക് കൊടുത്ത വാക്ക് പാലിക്കുമെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ യോങ്ങിന്റെ സഹായത്തോടെ ആയുധങ്ങളും തോക്കുകളും വിൽക്കുന്ന ഈ ഓൾഡ് കപ്പിൾസിനെ അവൾ പരിചയപ്പെടുന്നു. ഒഗ്ജു ക്യാഷ് എടുക്കാൻ കാറിന്റെ അടുത്ത് പോകുമ്പോൾ ആ കാർ കണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. കമ്പനിയുടെ പേര് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലും കാർ കോസ്റ്റ്ലി ആണെന്ന് ഊഹിക്കാമല്ലോ. ഒഗ്ജു അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഓൾഡ് കപ്പിൾ വിചാരിച്ച പോലെയല്ല എന്നും മനസ്സിലാകുന്നത്. അവരുടെ ആ പഴയ വണ്ടിക്കകത്ത് ഒരു ബലൂൺ ഷൂട്ടിംഗ് ഗെയിമിംഗ് സെറ്റപ്പാണ് കാണുന്നതെങ്കിലും ഒത്തിരി ഐറ്റംസ് അതിൽ ഒളിച്ചു വെച്ചിരുന്നു. ആദ്യം അപ്പൂപ്പനെടുക്കുന്ന റിവോൾവർ സ്റ്റൈലായി കറക്കുന്നുണ്ടെങ്കിലും ആകെ ഇത്രയും തോക്കുകളുള്ളോ എന്നാണ് ഒഗ്ജു ചോദിക്കുന്നത്. അവൾ അതിൽ നിന്നൊരു ഗൺ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. അത് അവൾക്ക് വശമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ട്രൈ ചെയ്യുമ്പോൾ ആ തോക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് അവളുടെ സംശയം ഈ റിവോൾവറൊക്കെ ആര് ഉപയോഗിക്കാനായി എന്നാണ്. നല്ലതേതെങ്കിലും ഉണ്ടോ എന്ന് അവൾ സംശയം പറയുന്നു. എന്നിട്ട് അതിൽ നിന്ന് തീരെ ചെറിയൊരു തോക്കെടുക്കുന്നു. അത് കളിത്തോക്കാണോ എന്ന് അവൾക്ക് സംശയം തോന്നുമ്പോൾ അപ്പൂപ്പൻ അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതൊരു ക്ലാസിക് ഗണ്ണായിരുന്നു. ജീവൻ അപകടത്തിലായാൽ ഇവനായിരിക്കും നമ്മുടെ രക്ഷകൻ. അതും പറഞ്ഞ് അപ്പൂപ്പൻ അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുന്നു. കൈപ്പത്തിയേക്കാൾ ചെറുതായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടെന്ന് ആർക്കും മനസ്സിലാകില്ല. മാത്രമല്ല വലിയ വമ്പന്മാരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഒഗ്ജുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അമ്മുമ്മ അവളോട് ശരിക്കും എന്തിനാണ് ഈ ആയുധങ്ങൾ എന്ന് ചോദിക്കുന്നു. അവൾ അതിന് മറുപടി പറയുന്നത് വേട്ടയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് എന്നാണ്. അപ്പോൾ അമ്മുമ്മയുണ്ടടാ വണ്ടിയിലെ മറ്റൊരു ഡോർ തുറന്ന് കടന്നൽ കൂട് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാസ് ഐറ്റം എടുക്കുന്നുണ്ട്. എന്റെ മോനെ, അതിന്റെ ഡെമോ അവർ കാണിക്കുമ്പോൾ അതിൽ നിന്ന് വലിയൊരു തീജ്വാല തന്നെ വരുന്നുണ്ട്. അത് കണ്ട് വണ്ടറടിച്ച് നമ്മളെ പോലെ അവരും നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരിടത്ത് ചോയ് ആണെങ്കിൽ അവന്റെ ഒരു കാറൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ അടിയിൽ ഫിറ്റ് ചെയ്തിരുന്ന ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് അത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് മുൻപ് ചോയുടെ വീട്ടിൽ കയറിയപ്പോൾ ഒഗ്ജു തന്നെ വെച്ച ഡിവൈസ് ആയിരുന്നു. ഈ സമയം ഒഗ്ജു നമ്മുടെ ഓൾഡ് കപ്പിൾസിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ തോക്കുകളെല്ലാം റെഡിയാക്കുകയായിരുന്നു. മറ്റേ പെൺകുട്ടിയാണെങ്കിൽ എന്നെയും ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചാൽ സ്വയം കാര്യങ്ങൾ ചെയ്യാമെന്ന് വലിയ വർത്തമാനം പറയുമ്പോൾ പോയി കിടന്ന് ഉറങ്ങുക ചെയ്യുന്ന ഒഗ്ജുവും പറയുന്നു. കൂടാതെ അവൾ ഇടയ്ക്ക് ചോയുടെ കാറിന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുന്നതും നമുക്ക് കാണാം. പക്ഷെ അവന്മാർ അത് കണ്ടുപിടിച്ച വിവരം അവൾക്കറിയില്ലല്ലോ. ശേഷം രാത്രി സമയത്ത് ഒഗ്ജു ഒരു ഷോപ്പിൽ കയറി കഴിക്കാനുള്ള സ്നാക്സ് എല്ലാം വാങ്ങുമ്പോൾ പണ്ട് മിനിഹിയുമായി അവളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത സന്തോഷ നിമിഷങ്ങൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ഒഗ്ജു ആ പെൺകൊച്ചിനെ വിളിക്കുമ്പോൾ അവൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അവളെ വിളിച്ച് അടുത്ത മുറിയിലേക്ക് ഒഗ്ജു പോകുമ്പോൾ ആ മുറിയിൽ ഒളിച്ചിരുന്ന ചോയും ഷിക്കും അവളെ ആക്രമിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ
അതൊക്കെ ഒഴിഞ്ഞു മാറി അവൾ ജനാല പൊളിച്ച് പുറത്തേക്ക് ചാടുന്നുണ്ട്. അതിനുശേഷം ചോയ് അവന്റെ ബോസിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നത് ഒഗ്ജുവിന്റെ ബോഡി കഷ്ണങ്ങളാക്കി മലമുകളിൽ കുഴിച്ചിട്ടു എന്നാണ്. അത് വിശ്വസിക്കാനാകാതെ അയാൾ ചോയിയോട് ആജ്ഞാപിക്കുന്നത് അവന്റെ ഒറ്റയ്ക്കുള്ള ഇല്ലീഗൽ ബിസിനസ് എല്ലാം നിർത്തി എല്ലാം അയാളുടെ അണ്ടറിലാക്കാനാണ്. എന്നാൽ ചോയ് അതിനെ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ പെൺകൊച്ചിനെ അവർ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് കാണുന്ന ബോസ് ആണെങ്കിൽ ഒഗ്ജുവിന്റെ മരണത്തിന് അവൾ സാക്ഷിയാകില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ വാതുറക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ചോയ് പറയുമ്പോൾ അത് കേട്ട് അവന് ശരിക്കും ഒന്ന് പുച്ഛിച്ച് കളിയാക്കിയാണ് ബോസ് അവിടെ നിന്ന് പോകുന്നത്. ചോയ് ഇപ്പോഴുള്ളത് കുതിരയെ വളർത്തുന്ന ഫാമിലാണ്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ അവർ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. ചോയ് അവളോട് പറയുന്നത് മറ്റു പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ സ്പെഷ്യലായി അവളെ ട്രീറ്റ് ചെയ്തെന്നും അവർ തമ്മിൽ പ്യുവറായ സ്നേഹമുണ്ടെന്ന് അവൻ കരുതി എന്നൊക്കെയാണ്. ഇപ്പോൾ ഒഗ്ജുവിന്റെ കൂടെ കൂടിയത് കൊണ്ട് വലിയ ആളായി എന്ന് തോന്നുന്നുണ്ടോ എന്നവൻ അവളോട് ദേഷ്യപ്പെടുന്നുമുണ്ട്. ഒപ്പം ഷിക്ക് കൂടി അവളോട് മോശമായി സംസാരിക്കുന്നു. ഷിക്ക് ചോദിക്കുന്നത് ഒഗ്ജു എവിടെയാണ് എന്നാണ്. അതായത് നേരത്തെ ചോയ് ബോസിനോട് പറഞ്ഞ പോലെ അവർക്ക് ഒഗ്ജുവിനെ കൊല്ലാനൊന്നും സാധിച്ചിട്ടില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒഗ്ജു എവിടെയായിരിക്കുമെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ചോയ് ഒരു സ്റ്റിക്ക് എടുത്ത് അവളെ അടിക്കുകയാണ്. ഇതേ സമയം ഈ സംഭവങ്ങളൊക്കെ നടന്ന ഒരു ഹോട്ടലുണ്ടല്ലോ, അവിടെയുള്ള ഒരു സ്റ്റാഫ് ഫോണിൽ ഒരു കസ്റ്റമറിനോട് സംസാരിക്കുകയാണ്. പെണ്ണ് തന്നെയാണ് അവരുടെ മെയിൻ കച്ചവടം. അന്ന് ആ പെൺകൊച്ച് ഡോർ തുറന്നപ്പോൾ കാലറ്റുപോയ ആളും അവിടെ അടുത്ത് കിടപ്പുണ്ട്. അവിടേക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ വരികയാണ്. ആദ്യത്തെ സ്റ്റാഫ് ആണെങ്കിൽ റിസപ്ഷനിലോട്ട് പോയിട്ട് കുറച്ചു നേരമായിട്ടും തിരിച്ചു വരുന്നില്ല. എന്തോ പന്തികേട് തോന്നി കാലുപോയ ആൾ CCTV ഫുട്ടേജ് നോക്കുന്നു. മറ്റേയാളെ ആരോ അടിച്ച് നിലത്തിട്ടതുപോലെ കാല് കാണാം. എന്തോ പണി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇയാൾ ഒരു ചെറിയ കോടാലിയൊക്കെ എടുത്ത് എന്തിനും തയ്യാറായി പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒഗ്ജു ആണെങ്കിൽ ഒരു ഗണ്ണെടുത്ത് അവരെ നെറ്റിയിൽ ചൂണ്ടി ഭയങ്കര മാസ് കാണിച്ച് ചോയ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് അവൾ അയാളെ പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അന്ന് അവർ തമ്മിൽ പിരിഞ്ഞ ദിവസമായിരുന്നു. ബാലറ്റ് ഡാൻസ് സീരിയസ് ആയി പഠിക്കാൻ വേണ്ടി മിൻഹി റഷ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒഗ്ജുവിന്റെ പിറന്നാൾ ദിവസം അവൾ അവിടെ ഉണ്ടാവില്ല എന്നതുകൊണ്ട് നേരത്തെ തന്നെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മിൻഹി കൊടുത്തിരുന്നു. ഇന്ന് അതേ ഷൂസ് ഇട്ടാണ് ബെല്ലറീനയുടെ പ്രതികാരം വീട്ടാൻ ഒഗ്ജു തയ്യാറെടുക്കുന്നത്. അവൾ നേരെ ചെല്ലുന്നത് ആ വില്ലന്മാരുടെ സങ്കേതത്തിലേക്കാണ്. താഴെ കുതിരകൾ ഉള്ളിടത്ത് മറ്റേ പെൺകൊച്ചിന്റെ ഷർട്ടില് അത് ചെളിയിൽ കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു. അവൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു ലിഫ്റ്റിൽ 3 പേരുണ്ട്. അവൾ അവരുടെ ഇടയിലേക്ക് കൂളായിട്ട് കയറി 3 പേരെയും ഷൂട്ട് ചെയ്യുന്നു. മുകളിലെത്തുന്ന ഒഗ്ജു കാണുന്നത് മയക്കുമരുന്നിന്റെ വലിയൊരു ഫാക്ടറിയാണ്. അവിടെ ഒരുപാട് പേർ ചെടികൾ ശുശ്രൂഷിക്കാനും അല്ലാത്ത ജോലിയും ചെയ്ത് നിൽപ്പുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് ചങ്കുറപ്പോടെ വന്ന ഒഗ്ജു ഇത്രയും ഉയരമുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നു. കാരണം അവൾ വെറുതെ ചോദിക്കുകയല്ല, മറിച്ച് കയ്യിലെ തോക്ക് കാണിച്ച് ഉറച്ച ശബ്ദത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ആ പെൺകുട്ടി എവിടെയാണെന്ന് പറഞ്ഞാൽ ആരെയും ഒന്നും ചെയ്യില്ല എന്നവൾ പറയുമ്പോൾ അവിടേക്ക് അവരുടെ ബോസ് വരുന്നു. നീയാണല്ലേ ആ പെണ്ണ്, ആ കള്ള ചോയ്വളെ കൊന്നു കൊഴിച്ചു മൂടിയെന്നൊക്കെ തള്ളി മറിച്ചതാണല്ലേ. എന്നിട്ട് വളരെ കൂളായിട്ട് വാ ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് എടുക്കുന്നു. നമ്മൾ തമ്മിൽ വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ തുടങ്ങി എന്തൊക്കെയോ അയാൾ പറയാൻ വന്നപ്പോഴേക്കും ഒഗ്ജു അയാളുടെ നെറ്റിയിൽ ഷൂട്ട് ചെയ്യുന്നു. അതാരും പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും പേടിച്ചൊളിച്ചു. ബോസ് സ്പോട്ടിൽ തന്നെ തീർന്നിട്ടോ. അപ്പോഴും ഒഗ്ജു അവളുടെ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബോസിന്റെ റൈറ്റ് ഹാൻഡ് അയാൾ പേടിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒളിക്കാതെ നിൽപ്പുണ്ട്. അവൾ അവന്റെ നേരെ വെടിവെക്കാൻ നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. ആ സമയത്താണ് ഗണ്ണിനെന്താ തകരാറ് പറ്റിയത്. ആ തക്കത്തിന് അവളെ ആക്രമിക്കാനായി ഒളിച്ചിരിക്കുന്നവർ എഴുന്നേൽക്കുമ്പോൾ അവൾ അടുത്ത തോക്കെടുത്ത് വെടിവെക്കുന്നു. ഓരോരുത്തരും അവളുടെ നേർക്ക് ആയുധങ്ങളുമായി വരുമ്പോൾ പിന്നീട് അവിടെ നടന്നത് ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു. ഒഗ്ജു ഒറ്റയ്ക്ക് നിന്ന് അവന്മാരെല്ലാം നിലം പരിശാക്കുമ്പോൾ അവൾ വീഴുകയും ഗണ്ണ് തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ആയുധമില്ലാതെയും അവന്മാരുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊരാൾ അവളെ അടിച്ച് നിലത്തിടുമ്പോൾ വീണ്ടും അവൾക്ക് ഗണ്ണ് കിട്ടുന്നുണ്ടെങ്കിലും മറ്റൊരാൾ വന്ന് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അവൾ ഗ്ലാസും പൊളിച്ച് നിലത്തേക്ക് വീഴുന്നു. എന്നിട്ടും ശരീരത്തിലെ മുറിവുകൾ അവളെ തളർത്തിയില്ല. അവൾ അവരെയെല്ലാം നിഷ്പ്രയാസം ഇടിച്ച് തെറിപ്പിക്കുകയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയുമാണ്. അവസാനം ബോസിന്റെ വലം കൈയിലെ അവൻ വരുമ്പോൾ അവനെയും ഇടിച്ച് അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ചോയ് എവിടെയെന്നവൾ ചോദിക്കുമ്പോൾ അവളെ ഭയക്കാതെ അവൻ ചീത്ത വിളിക്കുകയാണ്. സോ ഒരൊറ്റ ബുള്ളറ്റിൽ ഈസിയായി മരിക്കാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ചില്ല് കഷ്ണങ്ങളെല്ലാം അവന്റെ വായിൽ കുത്തി നിറച്ച ശേഷം ഒഗ്ജു അവന്റെ മുഖത്തിനിട്ട് നല്ല ഇടി കൊടുക്കുന്നു. അങ്ങനെ രക്തത്തിൽ കുളിച്ച് അവനും അങ്ങനെ ഇല്ലാതാവുകയാണ്. ശേഷം അവൾ താഴേക്ക് വരുമ്പോൾ ഷിക്ക് ഒരു വണ്ടിയിൽ വരുന്നത് കാണുന്നു. ആ വണ്ടിയുടെ പുറകിലായി നമ്മുടെ പെൺകൊച്ചും ഉണ്ടായിരുന്നു. അവളുടെ ദേഹത്തെ മുറിവുകളും രക്തവും കണ്ട് ഒഗ്ജുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഷിക്ക് ഒരു കത്തി മുറുക്കി പിടിക്കുന്നുണ്ടെങ്കിലും അവന് നേരെ ഒഗ്ജു തോക്ക് ചൂണ്ടുമ്പോൾ അവൻ പേടിക്കുന്നുണ്ട്. പക്ഷേ ഷിക്കിന്റെ ജീവൻ അവൾ എടുക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ഭാഗ്യത്തിന് ചോയ് വന്ന് അവളുടെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നു. ഒഗ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കപ്പോൾ തെറിച്ചു വീഴുന്നത് വണ്ടിയുടെ പുറകിലേക്കാണ്. ജീവൻ പോയില്ല എന്ന സന്തോഷത്തിൽ അവൻ ആശ്വസിച്ചിട്ട് ചോയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല വലിയ അഹങ്കാരത്തിൽ ക്യാഷ് റെഡിയാക്കിക്കോ എന്നും അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ ചോയ് ഷിക്കിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. വെറുതെ 100 മില്യൺ കൊടുക്കാൻ ഞാൻ വെറും മണ്ടനല്ലേ.
എല്ലാവരും പോയി ചാവട എന്ന് പറഞ്ഞ് ഒഗ്ജുവിന്റെ നേർക്ക് ചെല്ലുമ്പോൾ അവൾ വണ്ടിയുടെ പുറകിൽ ഒളിച്ചിരുന്ന് എന്തോ ഒന്ന് അത് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവൻ ഗണ്ണ് റീലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പെൺകൊച്ച് നേരത്തെ ഒഗ്ജുവിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ തോക്കെടുത്ത് ചന്നം പിന്നെ ഷൂട്ട് ചെയ്യുന്നു. അവൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ചോയ് ഒരൊറ്റ ബുള്ളറ്റ് പോലും ടച്ച് ചെയ്തില്ല. പക്ഷെ അവന്റെ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് മാറ്റാൻ അവൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവളെ ആദ്യം തീർക്കാമെന്ന് ചിന്തിച്ച് അവൻ തോക്ക് ചൂണ്ടുമ്പോൾ ഒഗ്ജു നമ്മുടെ അപ്പൂപ്പൻ കൊടുത്ത ക്ലാസിക് ഐറ്റം ഉണ്ടായിരുന്നില്ലേ, ആ തോക്ക് ഉപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്യുന്നു. ആ കയ്യിൽ ഒതുങ്ങുന്ന തോക്കായിരുന്നു അവൾ കിട്ടിയ ഗ്യാപ്പിൽ പോക്കറ്റിൽ നിന്ന് എടുത്തത്. അവർ രണ്ടുപേരും അവനെ അവിടെ വെച്ച് നിസ്സാരമായി കൊല്ലാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് അവർ വരാറുള്ള ബീച്ചിലേക്ക് ഒഗ്ജു വരുന്നു. അവിടെ വെച്ച് അവൻ അവളോട് വീണ്ടും ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവന്റെ ഇരകൾ ഇവനിട്ട് ഇങ്ങനെ പണിയുമെന്ന്. പക്ഷെ ഒഗ്ജു ആരാണെന്നും എന്തിനാണ് അവനോട് ഇങ്ങനെ ചെയ്യുന്നതെന്നും സത്യത്തിൽ ചോയ്ക്ക് അറിയില്ലായിരുന്നു. അതും പറഞ്ഞവൻ വേദനിച്ച് കരയുമ്പോൾ ഒഗ്ജു പറയുന്നത് അവളാണ് ബെല്ലറീന എന്നാണ്. അത് കേട്ടതും അവന്റെ ഭാവം മാറുന്നു. ഒഗ്ജു അവനെ കൊല്ലാനെ എടുക്കുന്നത് നമ്മുടെ അമ്മുമ്മ കൊടുത്ത തീ പാറുന്ന ഐറ്റമിലെ അതായിരുന്നു. അത് കാണുമ്പോൾ അവന് മാപ്പ് കൊടുക്കണമെന്നും ഇനിയുള്ള കാലം ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്തപിച്ച് ജീവിച്ചോളാമെന്നൊക്കെ അവൻ പറയുന്നു. അതുപോലെ നിയമപരമായി ശിക്ഷ നേരിടാം എന്നൊക്കെ പറയുമ്പോഴും അവൾ അവനെ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കയ്യിലുള്ള മുഴുവൻ പണവും കൊടുക്കാമെന്നും ചാവാനും മാത്രമുള്ള തെറ്റൊന്നും ചോയ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് കരയുകയാണ്. അത് കേട്ട് ഒഗ്ജു അവനെ ചവിട്ടുകയാണ്. അവനാണെങ്കിൽ അപ്പോൾ മരിച്ചുപോയ മിനിഹിയെ ആക്ഷേപിച്ച് സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല അവൻ മരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് മിനിഹിയോട് ചെയ്തതെല്ലാം നരകത്തിൽ വെച്ചും ചെയ്യുമെന്ന് അഹങ്കാരത്തോടെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട ഒഗ്ജുവിന്റെ മറുപടി ഇതായിരുന്നു: നീയൊന്ന് ചെയ്തു നോക്ക്, നരകത്തിലും എന്റെ ഇര നീ തന്നെയായിരിക്കും. അതും പറഞ്ഞ് അവൾ കടന്നൽ കൂട് കത്തിയെരിയിക്കുന്നത് പോലെ ചോയിയെ ചുട്ടുകൊല്ലുന്നു. അത് കണ്ട് പ്രതികാരമടങ്ങിയ ഭാവത്തിൽ ആ പെൺകുട്ടിയും കൂടെ തന്നെയുണ്ട്. മിൻഹിക്ക് കൊടുത്ത വാക്കു പാലിച്ച ഒഗ്ജു ഇപ്പോൾ ആ പഴയ കാര്യം ഓർക്കുകയാണ്. ഈ കടൽ തീരം മിൻഹിയുടെ സീക്രട്ട് സ്പോട്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി അധികം ആർക്കും അറിയില്ല. അവൾ എപ്പോഴും അവിടേക്ക് വരുമായിരുന്നു. ഒഗ്ജുവിനെയും കൂടെ കൂട്ടും. അവൾക്കാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരു മത്സ്യമായി ജീവിക്കാനാണ് ആഗ്രഹം. ഇപ്പോഴതിന് സാധിക്കാത്തത് കൊണ്ടാണ് അവൾ ബാലറ്റ് ഡാൻസ് കളിക്കുന്നത്. അത് കേൾക്കുന്ന ഒഗ്ജു അവളോട് ചോദിച്ചത് ഇത്രയും ജീവികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മത്സ്യത്തെ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. പക്ഷേ മിൻഹിയുടെ വിശ്വാസം തന്നെ ഈ ഭൂമി മത്സ്യത്തിന് വേണ്ടി ഉള്ളതാണ് എന്നാണ്. അവിടെ മറ്റു ജീവികൾക്ക് സ്ഥാനമില്ല. പിന്നെ നമ്മൾ മനുഷ്യരാണെങ്കിൽ അവരുടെ ലോകത്ത് ജീവിക്കുന്നു എന്ന് മാത്രം. അതെല്ലാം കേട്ട് ഒഗ്ജു ചിരിക്കുന്നു. എന്നാൽ മിൻഹിക്ക് ആ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ശരിക്കും സ്വതന്ത്രമായ പോലെയാണ് തോന്നുന്നത്. ആ ഓർമ്മകൾക്ക് അവസാനം നമ്മൾ ഇപ്പോഴത്തെ കഥ കാണുമ്പോൾ ഒഗ്ജു ചോയുടെ വീട്ടിൽ കയറി എല്ലാ പെൻഡ്രൈവുകളും അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ആ ഷെൽഫിൽ നിന്ന് അവൾക്കൊരു ഡയറി കിട്ടുന്നു. അതിലവന്റെ മയക്കുമരുന്ന് ബിസിനസിന്റെ റൊട്ടീൻ ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഡയറിയും എടുത്ത് അടുത്ത ലക്ഷ്യം മനസ്സിലുറപ്പിച്ച് യാത്ര തിരിക്കുന്ന ഒഗ്ജുവിനെ കാണിച്ച് ഈ ഒരു കൊറിയൻ ത്രില്ലർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സൗണ്ട് ട്രാക്കില്ലേ, അത് തന്നെയാട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി എലഗന്റായും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഏതൊരു കൊറിയൻ സിനിമ എടുക്കുകയാണെങ്കിലും അതിപ്പോൾ ഏതൊരു ജോണറിലുള്ള സിനിമയാണെങ്കിൽ കൂടിയും അതിലവർ യൂസ് ചെയ്യുന്ന ഇമോഷണൽ ഡ്രാമ സീക്വൻസിലെ അത് ഈ സിനിമയിലും വളരെയധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കഥ പറഞ്ഞു പോകുന്ന രീതിയാണെങ്കിലും കുറച്ച് ടെൻഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് പ്രേക്ഷകനെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലായിരുന്നു. കാരണം കഥ കുറച്ച് നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. അതൊക്കെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സിനിമ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.